റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസിലും കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം. ബലാത്സംഗത്തിന് തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ജൂലൈ 31-നാണ് യുവ ഡോക്ടർ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. റാപ്പർ വേടനെതിരെ ഒരു കേസിൽ കൂടി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഇത് പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2021 മുതൽ 2023 കാലയളവിൽ കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. ഈ പരാതിയിൽ ആദ്യം തൃക്കാക്കര പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷം അത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇതിലാണിപ്പോൾ 60 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ ബലാത്സംഗത്തിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രാഥമികമായി തന്നെ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി കുഴിക്ക് മുറുകുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇതിൽ അന്വേഷണം നടക്കുകയും ചെയ്യും. 60 ദിവസത്തിനകമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വേടൻ ഇതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വേടന്റെ ഒരു പക്ഷമുള്ളത്. അവർ അതിലൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ കോടതിയിൽ നിന്ന് വേടന് ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജാമ്യത്തിലാണ് ഇപ്പോൾ വേടനുള്ളത്. ഇന്നലെ കഞ്ചാവ് കേസിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അങ്ങനെ 2 കേസിൽ ഇപ്പോൾ വേടനെതിരെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.